കാനഡയുടെ പ്രധാന കയറ്റുമതിയായ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുതുക്കിയ തീരുവ ഏർപ്പെടുത്തി ചൈന. രാജ്യത്ത് ഏർപ്പെടുത്തുന്ന തീരുവ മാർച്ച് 20 നിലവിൽ വരുമെന്നാണ് വാണിജ്യ മന്ത്രാലയം അറിയിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിന് കാനഡ സമാന രീതിയിൽ ചൈനയ്ക്ക് തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് തിരിച്ചടി എന്നോണമാണ് ചൈനയുടെ നടപടിയെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഉൾപ്പെടെ കനത്ത തീരുവ ഏർപ്പെടുത്തി വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇതിപ്പോൾ മറ്റു രാജ്യങ്ങളും ഇത്തരം നടപടിയിലേക്ക് കടക്കുകയാണ്. ട്രംപിന്റെ കടുത്ത നയങ്ങളിൽ പലതും ചൈനയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. തങ്ങളുടെ രാജ്യത്തിന് നേരെ അധിക തീരുവ ചുമത്തുന്നവർക്കെതിരെ അതേ കണക്കിൽ തിരിച്ചടി നൽകുകയെന്നതാണ് ഇത്തരം നടപടികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കനേഡിയൻ ഗവൺമെൻറ് ചൈനയ്ക്ക് മേൽ കാറുകൾക്കും സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്കും ചുമത്തിയ അധിക തീരുവ 100% മുതൽ 25% വരെയായിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 100% തീരുവ ചുമത്തുന്നത് കാറിൻ്റെ വിലയ്ക്ക് തുല്യമായ തുക കാനഡ ഈടാക്കുന്നത് കൊണ്ട് ഈ കാറുകളുടെ വില ഇരട്ടിയാകും. അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ കാനഡ ചുമത്തുന്നുണ്ട്. ഇതിനു പുറമെ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയ്ക്ക് മേൽ ഇലക്ട്രിക് കാറുകൾക്ക് തീരുവ ചുമത്തിയിരുന്നു. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകളും സ്റ്റീൽ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന. ഇതെല്ലാം ട്രംപ് ഇഫക്റ്റ് ആണെന്നാണ് പൊതുവെ പറയുന്നത്. ആഗസ്റ്റിൽ ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു മറുപടിയായി സെപ്റ്റംബറിൽ കനേഡിയൻ റാപ്സീഡ് ഇറക്കുമതിക്കെതിരെ അന്വേഷണം ചൈന ആരംഭിച്ചിരുന്നു. കാനഡയുടെ റാപ്സീഡ് കയറ്റുമതി പകുതിയിലധികവും ചൈനയിലേക്കാണ് പോകുന്നത്. 2023 വ്യാപാരം $3.7 ബില്യൺ ആയിരുന്നുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. അതേസമയം കനേഡിയൻ സർക്കാരിനെതിരെ കടുപ്പിക്കുകയാണ് ചൈന. $1 ബില്യൺ കൂടുതൽ കനേഡിയൻ റാപ്സീഡ് ഓയിൽ കേക്കുകൾ, പയർ വർഗ്ഗങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് 100% തീരുവയും 1.6 ബില്യൺ കനേഡിയൻ അക്വാട്ടിക് പ്രൊഡക്ട്സിനും പോർക്കിനും 25% തീരുവയും ചുമത്തുമെന്നാണ് നിലവിൽ ചൈന അറിയിക്കുന്നത്. എന്നാൽ ചൈനയ്ക്ക് മേൽ കാനഡ തീരുവ ചുമത്തുന്നത് ട്രംപിനെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഫെന്റനൈലിൻ അമിതമായി US കടത്തുന്നത് ചൈനയാണെന്നാണ് ട്രംപ് ആരോപിച്ചിരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 20% അധിക തീരുവ ചുമത്തിയാൽ കാനഡയിലും മെക്സിക്കോയിലും ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന 25% നികുതി തീരുവ കുറയ്ക്കുമെന്നാണ് പ്രധാനമായും പറയുന്നത്. ലോകരാജ്യങ്ങളിൽ US എന്നും വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമാണ് ചൈന. IMF ട്രേഡ് സ്റ്റാറ്റിക്സ് പ്രകാരം കയറ്റുമതിയിലും ഇറക്കുമതിയിലും 1-2 സ്ഥാനങ്ങൾ ചൈനയ്ക്കാണ്. രാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുന്നത് വിലക്കയറ്റവും ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റ് ഷെയർ കുറയ്ക്കുന്നതിലേക്കും കാര്യങ്ങളെത്തിക്കും. ഇത് നടപടിയെടുക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ കടുത്ത സമ്മർദ്ദത്തിന് ഇടവയ്ക്കുകയും ചെയ്യുന്നുണ്ട്.